ദൈവത്തിനത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 34-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. അനർത്ഥം ആരും ആഗ്രഹിക്കില്ല, എന്നാൽ വിടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇവിടെ ദൈവവചനത്തിൽ നാം വായിച്ചത്, നീ നീതിമാനാണെങ്കിൽ അനർത്ഥങ്ങൾ കടന്നു വരാം, എന്നാൽ ഒരു ഭക്തൻ ആ അനർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നില്ല. പ്രത്യുത അവന് വേണ്ടി ഒരു വിടുതൽ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദാവീദും തൻ്റെ ജീവിതയാത്രയിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അനവധി അനർത്ഥങ്ങൾ ഞങ്ങളെ കാണുമാറാക്കിയവനെ ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും. ഹല്ലേലൂയ. ഈ ഉറപ്പ് അവനുണ്ടായിരുന്നു. സങ്കീർത്തനങ്ങൾ 34-ൻ്റെ 21 ഇപ്രകാരം പറയുന്നു, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പായിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. ഹല്ലേലൂയ. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, എന്നാൽ നീതിമാന് അനർത്ഥത്തിൽ നിന്ന് ദൈവം വിടുവിക്കും. പലപ്പോഴും അനവധി അനർത്ഥങ്ങൾ ഒന്നതായ ജീവിതത്തിൽ അനുഭവിച്ചവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. നാമും അവരിൽ ഒരാളായിരുന്നു. ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയും, ആ അനർത്ഥത്തിലും ദൈവിക കരുതലും വിടുതലും സ്വാതന്ത്ര്യവും നാം എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. ദൈവം നമ്മെ വിടുവിച്ചത് കൊണ്ടല്ലേ ഇന്ന് നാം ജീവനോടെ ഭൂമിയിലായിരിക്കുന്നത്. ദാവീദിൻ്റെയും യോസഫിൻ്റെയും ഇയ്യോബിൻ്റെയും ജീവിതം നാം പരിശോധിച്ചാൽ അനർത്ഥങ്ങൾ കൂടി അവൻ കടന്നുപോയപ്പോൾ ദൈവം അതിൽ അവരെ പണിഞ്ഞ് പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നു. പൗലോസിൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ശൂലമായി കടന്നു വന്നപ്പോഴും അത് അവൻ്റെ വെളിപ്പാടിൻ്റെ ആധിക്യ നിമിത്തം നിഗളിച്ചു പോകാതിരിക്കുവാനായിരുന്നു. എന്നാൽ അത്യധികമായ ദൈവകൃപ അവൻ്റെ മേൽ ദൈവം പകർന്നു. അവൻ്റെ ബലഹീനതയിൽ അവൻ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. അനർത്ഥങ്ങൾ നമ്മെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കരുത്തുള്ളതാക്കി തീർക്കും. ദൈവാസനം വർദ്ധിക്കുവാൻ ഇടയാക്കും. പോരാടി പ്രാർത്ഥിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നുണ്ട്. ഹല്ലേലൂയ. പറയുകയാണ്, 6 കഷ്ടത്തിലും ദൈവം എന്നെ വിടുവിക്കും, 7-ാമത്തതിലും തിന്മ ഹല്ലേലൂയ നമ്മെ തൊടുകയില്ല. തിമോഥെയോസിന് പറയുവാനുള്ളത്, ഞാൻ എന്തെല്ലാം അനർത്ഥം അനുഭവിച്ചോ അതിൽ നിന്നെല്ലാം കർത്താവ് എന്നെ വിടുവിച്ചു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും സാക്ഷ്യമാണ്. ഇതിൽ പകരം ദൈവത്തിന് എന്ത് നൽകുവാൻ നമുക്ക് കഴിയും? നമ്മെ തന്നെ ഒരു യാഗമായി ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. മനസ്സ് പുതുക്കി നമുക്ക് രൂപാന്തരപ്പെടാം. വിശ്വസ്തയോടെ നമുക്ക് കർത്താവിനെ സേവിക്കാം. ഹല്ലേലൂയ. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പ്രവൃത്തിയിൽ കൂടെയും നമുക്ക് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാം. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു പറഞ്ഞു, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരരുതേ. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, അനർത്ഥങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾക്കൊരിക്കലും ഒരു വ്യസനത്തിന് കാരണമായി തീരരുതേ. ദൈവ വഴി വിട്ടു പോകുവാൻ ഇടയാകരുതേ. പ്രത്യുത അനർത്ഥത്തിൽ നാം ദൈവമുഖം ദർശിക്കുന്നവരാകാം, വിടുതൽ അനുഭവിക്കുന്നവരാകാം. കഷ്ടങ്ങളിരിക്കുന്ന അനേകർക്ക് നാം ഒരു ആശ്വാസമായി മാറാം. നാം ഹല്ലേലൂയ ഇന്നായിരിക്കുന്ന അത് അനർത്ഥങ്ങൾ വരാഞ്ഞിട്ടല്ല, പ്രത്യുത ദൈവിക വിടുതൽ നാം അനുഭവിച്ചത് കൊണ്ടാണ് ഇന്ന് നാം ജീവനോടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവകരത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൽ നമുക്ക് പ്രത്യാശ വെച്ച് മുന്നേറാം. എല്ലാ കഷ്ടങ്ങളും ദൈവം നമ്മെ വിടുവിക്കും. ഹല്ലേലൂയ. ഒരു തിന്മയും നമ്മെ തൊടുകയില്ലെന്ന് വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.